ശബരിമല സ്വർണ്ണമോഷണ കേസിൽ നമ്മൾ ഇന്നലെ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്വർണ്ണമോഷണത്തിലെ പങ്ക് തന്ത്രി സമ്മതിച്ചു എന്നതാണ്. എങ്ങനെയാണ് തന്ത്രി സമ്മതിച്ചത്? നിർണായകമായ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് തന്ത്രിക്ക് അത് സമ്മതിക്കേണ്ടി വന്നത്. ഇനി അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ്. തന്ത്രി വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി നിർബൻ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നിർബൻ, ശബരിമല സ്വർണ്ണമോഷണ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവുകളിൽ ഒന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സ്വർണ്ണമോഷണത്തിലെ നേരിട്ട് പങ്കുണ്ട് എന്ന് തന്ത്രി അന്വേഷണ സംഘത്തോട് സമ്മതിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട തെളിവുകൾ മുന്നിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് അത്തരമൊരു അവസ്ഥയിലേക്ക് തന്ത്രി എത്തിയത്. പക്ഷേ അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല. ഇനിയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തന്ത്രി വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന വിഷയം. അതിപ്പോൾ ഈ സ്വർണ്ണമോഷണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വാജിവാഹനത്തിന്റെ വിഷയമുണ്ട്. ശബരിമല കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളുണ്ട്. അതിലേക്കൊക്കെ അന്വേഷണം കടക്കുകയാണോ? തീർച്ചയായും മനു, ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വഴിത്തിരിവ് തന്നെയാണ് SIT സംഘത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത്. തെളിവുകളും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബന്ധവും ഒപ്പം തന്നെ തന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളികൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ പല ക്രമവിരുദ്ധമായ നടപടികൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നും തന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന SIT സംഘത്തിന് ലഭിച്ച നിർണായകമായ തെളിവുകളാണ്. അതിലാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ലാഭമുണ്ടാക്കി എന്ന വിവരങ്ങൾ SIT സംഘത്തിന് ലഭിക്കുന്നത്. അത് സംബന്ധിച്ച നേരത്തെ മനു മുഖവരയായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കുക, ഒപ്പം തന്നെ മൊഴികൾ വ്യക്തമായി എടുക്കുക, ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് തെളിയിക്കാൻ കണക്കാക്കിയിട്ടുള്ള മൊഴികൾ ഇവരിൽ നിന്ന് ശേഖരിക്കുകയും മറ്റ് എവിഡൻസ് കൂടി തെളിവുകൾ കൂടി ശേഖരിക്കുകയും വേണം. അപ്പോൾ തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ഒന്നിച്ചിരുത്തിയുള്ള ആ ചോദ്യം ചെയ്യലിലേക്ക് SIT സംഘത്തിന് കടക്കേണ്ടി വരും. 2017 കൊടിമരം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഈ വാജിവാഹനം എങ്ങനെയാണ് തന്ത്രിക്ക് നൽകിയത്, അത് കൊടിമരം ഈ പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി അറ്റകുറ്റപ്പണിക്കായി, അതായത് കോൺക്രീറ്റ് നിർമ്മിച്ച കൊടിമരം ചിതലരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അത് അറ്റകുറ്റപ്പണിക്കായി പോകുന്നു. അത് കഴിഞ്ഞിട്ട് പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിനിടയിൽ ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ശബരിമലയെ ബന്ധപ്പെട്ട് നടന്ന പല ഇടപാടുകളിലും നേരത്തെ തന്നെ ആസൂത്രിതമായ ഗൂഢാലോചന തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു എന്ന സൂചനകളാണ് SIT സംഘത്തിന് ആദ്യഘട്ടത്തിൽ കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തന്ത്രിയുടെ നിർണായകമായ അറസ്റ്റിലേക്ക് മാറിയത്. ആ അറസ്റ്റോടുകൂടി ശബരിമലയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നേരത്തെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട പല സ്പോൺസർമാരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി വരുന്നത്, പല ഈ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് സ്വർണവും ഒപ്പം തന്നെ കൊടിമരവും ഒക്കെ മാറ്റുന്നത്, ഇതുമായി ബന്ധപ്പെട്ട പല പദ്ധതികൾക്കും പിന്നിൽ ഇങ്ങനെയുള്ള ആസൂത്രിതമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചതാണ്, ശബരിമലയിൽ എത്തിച്ചതാണ്. എപ്പോഴാണ് പോറ്റിയെ അവിടേക്ക് കയറ്റിയത്, ഏത് കാലഘട്ടത്തിലാണ്, അതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഭരണസമിതി ഉദ്യോഗസ്ഥർ, അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളിലുള്ളവർ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇതിൻ്റെ ഗൂഢാലോചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായി തന്ത്രി വന്നു എന്നതാണ് ഏറ്റവും ഈ SIT സംഘത്തിൻ്റെ അന്വേഷണത്തിലെ നിർണായകമായ വഴിത്തിരിവായി മാറിയത്. അതുകൊണ്ട് ഇനിയുള്ള ചോദ്യം ചെയ്യൽ, മൊഴിയെടുപ്പ്, ഒപ്പം തന്നെ കൂടുതൽ രേഖകൾ ശേഖരിക്കലൊക്കെ തന്നെ SIT സംഘത്തിനെ സംബന്ധിച്ചുള്ളത് നിർണായകമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്ത്രിയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തിയുള്ള മൊഴിയെടുപ്പ് ഈ കേസിൽ നിർണായകമായി മാറുകയും ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തന്ത്രിയിലേക്ക് എത്തുന്നത് മാത്രമല്ല, തന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തമായ ബന്ധമുണ്ട് എന്നും ഇതിൽ ഇത്തരം ഇടപാടുകളിൽ ഉള്ള ലാഭം തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി SITക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതനുസരിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യും. മനു, ശരി നിർബൻ, അത് തന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇന്നലെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടുതൽ ബന്ധത്തിന്റെ ചിത്രങ്ങളടക്കം ഇന്നലെ നമ്മുടെ മുൻപിലേക്ക് വന്നതാണ്. അതിൽ അടൂർ പ്രകാശ് ഈ പോറ്റിയുടെ വീട്ടിൽ പോയി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്.
പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് ബംഗളൂരുവിലടക്കം വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവിടെ അടൂർ പ്രകാശ് പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞ എന്തായിരുന്നു? യാദൃശ്ചികമായ കൂടിക്കാഴ്ച എന്നായിരുന്നു അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞു. ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ യാദൃശ്ചികമായി കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു. പക്ഷേ നൃപൻ, ഇതൊരു യാദൃശ്ചിക കൂടിക്കാഴ്ചയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? കേവലം ഒരു അയ്യപ്പ ഭക്തൻ മാത്രമായിട്ടുള്ള ആളായിരുന്നുവെങ്കിൽ ഇത്രയധികം തവണ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ കാണേണ്ട സാഹചര്യമുണ്ടോ? അടൂർ പ്രകാശിന്റെ ആ വാദം ദുർബലമല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനം നിയമസഭാ സമ്മേളിച്ച ഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അന്ന് തന്നെ വളരെ നാടകീയമായ രംഗങ്ങൾ കേരള നിയമസഭയ്ക്കകത്തുണ്ടായി. നിയമസഭയിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാതെ പ്രതിപക്ഷത്തിന് ഒളിച്ചോടിയേണ്ടി വന്നു. സ്വാഭാവികമായും ഭരണപക്ഷം അതിരൂക്ഷമായ വിമർശനമാണ് ശബരിമല ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പോലും ഇത് സംബന്ധിച്ച് ഉത്തരം മുട്ടുന്ന കാര്യമുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തുടർച്ചയായ ബന്ധമാണ്. ഒരു മണ്ഡലത്തിലെ ഒരു ആളെന്നോ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹവുമായുള്ള ബന്ധമോ, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പേഴ്സണൽ കാര്യങ്ങളിൽ ഒന്നോ രണ്ടോ തവണ പോയത് മാത്രമല്ല, നിരന്തരമായ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നത്. അടൂർ പ്രകാശ് ഇന്നലെ ദില്ലിയിൽ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. പല കാര്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം മറന്നുപോയിരുന്നു. നമ്മുടെ കൈരളിയിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള റിപ്പോർട്ടറായിട്ടുള്ള വിഷ്ണു തന്നെ അങ്ങ് ഈ വിവാദങ്ങളെല്ലാം തുടർച്ചയായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം വിശദമാക്കുന്നതിന് വേണ്ടിയാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അത് കൃത്യമായി ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് മറന്നു പോകുന്നതെന്ന ചോദ്യം അടൂർ പ്രകാശിനോട് ചോദിക്കുന്നുമുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നതും നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇത് ഈ സ്വർണ്ണ വ്യാപാരിയും സ്വർണം കടത്തിയയാളും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ACC പ്രസിഡന്റായ കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നതയായി ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിനെ നയിക്കുന്ന സോണിയാഗാന്ധിയും ഒന്നിച്ച് ഒരേ ചിത്രത്തിൽ, അടൂർ പ്രകാശ് ഒപ്പം തന്നെ ആന്റോ ആന്റണി, ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഒന്നിച്ച് ഒരേ ചിത്രത്തിൽ തുടർച്ചയായി വരുന്നു. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലുള്ള ഒരു ചടങ്ങിലുള്ള കൂടിക്കാഴ്ച മാത്രമല്ല, ഈ വ്യാപാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ തന്നെ സമ്മാനങ്ങൾ കൈമാറുന്ന, ഉപഹാരങ്ങൾ കൈമാറുന്ന, ഇവിടെ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ വെച്ച് അങ്ങനെയുള്ള കൂടിക്കാഴ്ചയിൽ എങ്ങനെ ചിത്രങ്ങൾ പുറത്തു വന്നു എന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോറ്റിയെ കയറ്റിയത് ആരാണ്? ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ രാഷ്ട്രീയ ബന്ധം ആർക്കാണ്? നേരത്തെ തന്നെ ഈ കൊടിമരം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അജയ് തറയിലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആരായിരുന്നു? അന്ന് തന്ത്രിയുടെ ഗൂഢാലോചനയിൽ വഴിപ്പെട്ട് നിന്നുകൊടുത്തത് ആരൊക്കെയാണ്? അതുകൊണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടതു സർക്കാരിനെതിരെയും ഇടതു മുന്നണിക്കെതിരെയും വല്ലാത്ത രീതിയിൽ പ്രതിരോധം തീർക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ പാരടി പാട്ടൊക്കെ ഇറക്കി പരമാവധി ആശയക്കുഴപ്പം സൃഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് അന്വേഷണം SIT സംഘം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ തെളിവുകൾ വരുന്നു, കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ നൃപൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന പല കാര്യങ്ങളും അടൂർ പ്രകാശ് പറയുന്നത് നമുക്കത്ര ദഹിക്കുകയില്ല. ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നുണ്ട്, എനിക്ക് ഈത്തപ്പഴമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മാനമായി തന്നതെന്ന്. സമ്മാനമായി കിട്ടിയ ഈത്തപ്പഴത്തെ അടൂർ പ്രകാശ് ഓർത്തിരിപ്പുണ്ട്. പക്ഷേ അവിടെ നടന്ന ചർച്ച അല്ലെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് ആ കൂടിക്കാഴ്ച എന്നത് ഞാൻ മറന്നുപോയി എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അതെന്താണ് നൃപൻ? ഈത്തപ്പഴത്തിനെ ഓർത്തിരിക്കുകയും ആ കൂടിക്കാഴ്ചയുടെ സാഹചര്യം മറന്നുപോവുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ ന്യായീകരണം, അതങ്ങനെ ചുമ്മാ അങ്ങനെ എടുക്കാൻ പറ്റുമോ? തീർച്ചയായും ഇതിനകത്ത് ഇപ്പോഴും അടൂർ പ്രകാശ് വിവാദവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിച്ച ഒരു മാധ്യമങ്ങളെ കണ്ട ഒരു നിമിഷമുണ്ട്. അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള പരിചയം, സാധാരണ അദ്ദേഹം അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തുമായി പരിചയമുണ്ട്. അങ്ങനെയൊരു കാര്യം സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അവരവിടെ നിൽക്കുന്നത് കൊണ്ട് ഒപ്പം സോണിയാഗാന്ധിയെ കാണുന്നതിന് താൻ കൂടി അകത്തേക്ക് കയറിയെന്ന വിശദീകരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. ആ വിശദീകരണം പൊളിയുന്നതാണ് തുടർച്ചയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ബന്ധം അടൂർ പ്രകാശിനുണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ, തുടർ ചിത്രങ്ങൾ രണ്ടാമത് പുറത്തു വരുന്നത്. പിന്നെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അടൂർ പ്രകാശ് അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സോണിയാഗാന്ധിയെ കൊണ്ടുപോകുന്നതിന് വ്യാപാരിക്കൊപ്പം, സ്വർണ്ണ വ്യാപാരിക്കൊപ്പം എങ്ങനെയാണ് അടൂർ പ്രകാശ് പോയത് എന്ന ചോദ്യം.
ഈ നിരന്തരം ഉള്ള ബന്ധത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ആത്മബന്ധത്തിന് കാരണം എന്താണ്? ഇങ്ങനെ ഉപഹാരം നൽകുന്നതും വിവിധ തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ, വിവിധ സ്ഥലത്തുള്ള കൂടിക്കാഴ്ചകളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ പറഞ്ഞ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ഉപഹാരമായി നൽകിയത് ഈന്തപ്പഴമാണ് എന്ന് പറയുമ്പോൾ അന്ന് നടത്തിയ ചർച്ചകൾ എന്തായിരുന്നു എന്ന ചോദ്യത്തിന് അടൂർ പ്രകാശ് അത് മറന്നുപോയി എന്ന ന്യായമാണ് അടൂർ പ്രകാശ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ദുരൂഹതയുണ്ട്. കാരണം ദുരൂഹത വ്യക്തമാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ലീഡർമാർ, കാരണം അദ്ദേഹം അടൂർ പ്രകാശ് കേവലം എം പി മാത്രമല്ല, യു ഡി എഫിനെ നയിക്കുന്ന യു ഡി എഫിൻ്റെ കൺവീനറാണ്. സ്വാഭാവികമായും അദ്ദേഹം ഒരു എം പി കൂടിയാണ്. അങ്ങനെ ഉള്ള ഒരു നേതൃരംഗത്ത് നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ആരോപണ വിധേയനാകുമ്പോൾ അത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ആകെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. മറിച്ച് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒരു നേതാവായിരുന്നു ഇത്തരത്തിലുള്ള തുടർ ചിത്രങ്ങൾ വരികയും ഇങ്ങനെ ദേശീയ നേതാക്കളെ കാണുന്നതിനും കൊണ്ടുപോകുന്നതിനും വിവിധ തരത്തിലുള്ള കൂടിക്കാഴ്ചകൾക്ക് നേതൃത്വം വഹിച്ചു എന്ന വാർത്ത വന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക, പ്രതിപക്ഷം എങ്ങനെയാണ് എടുക്കുക എന്ന കാര്യം കൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മറുപടി പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള കോൺഗ്രസ് യു ഡി എഫും വ്യക്തമായി മറുപടി പറയാൻ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലെ രണ്ടാം ഘട്ടത്തിൽ കഴിയുന്നില്ല. അതുതന്നെയാണ് കേരള നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതും. അതിൽ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന മുദ്രാവാക്യത്തിനൊപ്പം പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ് എന്ന കാര്യം ഭരണപക്ഷത്തിൽ നിന്ന് ബെഞ്ചിൽ നിന്ന് ഉറക്കെ അതിന് മറുപടിയായി പറയുമ്പോൾ അതിന് ആ മറുപടിക്ക് വ്യക്തമായ ന്യായീകരണം പറയാനോ പ്രതിരോധം തീർക്കാനോ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ആദ്യഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വ്യാജ പ്രചരണമാണ് യു ഡി എഫും കോൺഗ്രസും ഉന്നയിച്ചിരുന്നത്, അത് ബൂമറങ്ങായി തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഒന്നുകിൽ അന്ന് നടത്തിയ ആരോപണങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങളിൽ സർക്കാർ എന്ന് പറഞ്ഞ് നേരിട്ട് ഇടപെടുന്നതിന് പരിമിതി ഉണ്ട് എന്നും അത് ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശബരിമല തന്ത്രിയാണ് തീരുമാനിക്കുന്നതെന്നും എന്ന ന്യായം ആദ്യഘട്ടത്തിൽ ഈ ശബരിമലയായി നിലനിൽക്കുന്ന ആ ന്യായത്തെ ഇനി യു ഡി എഫ് വേണമെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അതെടുത്ത് പ്രതിരോധിക്കേണ്ടി വരും. അല്ല എങ്കിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അടൂർ പ്രകാശിന് എന്തിനാണ് ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യം കോൺഗ്രസ് യു ഡി എഫ് അംഗീകരിക്കേണ്ടി വരും. രണ്ടിലേതെങ്കിലും ഒന്ന് കോൺഗ്രസ് യു ഡി എഫും പറയേണ്ടി വരും. കാരണമെന്നല്ല, പ്രധാനപ്പെട്ട കാര്യം രണ്ടാം ഘട്ടത്തിലെ ആരോപണത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നത പദവിയിലിരിക്കുന്ന ദേശീയ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വന്നു എന്നതാണ്. അതിൽ അടൂർ പ്രകാശിന് ഇപ്പോഴും വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം ആന്റോ ആന്റണിക്കൊപ്പമുള്ള ചിത്രങ്ങൾ, അടൂർ പ്രകാശിനൊപ്പമുള്ള ചിത്രങ്ങൾ, പത്തനംതിട്ട പ്രദേശത്തെ പ്രതികരിക്കുന്ന ആന്റോ ആന്റണി അവിടുത്തെ എം പിയാണ്, KPCC അധ്യക്ഷ പദവിയിലേക്ക് അടക്കം പരിഗണിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് അത്രയേറെ സ്വാധീനം ദില്ലിയിൽ ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ വരുന്നു, അടൂർ പ്രകാശിനൊപ്പമുള്ള ചിത്രങ്ങൾ വരുന്നു. തുടർച്ചയായി അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദൈനംദിന ബന്ധങ്ങൾ, അത് പല ഘട്ടങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു എന്നുള്ള ചിത്രങ്ങൾ വരും. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലുള്ള വിശദമായ വിവരങ്ങളോ വിശദമായ വിശദീകരണമോ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് തരാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കൂടുതൽ അത് സംബന്ധിച്ച് പ്രതിരോധത്തിലാകുന്നുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അതുകൊണ്ട് SIT സംഘത്തിൻ്റെ തുടർ അന്വേഷണങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരും. അതിൽ കൂടുതൽ നേതാക്കൾ പ്രതിരോധത്തിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. മനു, ശരി, ഓക്കെ, താങ്ക് യു. ദ്രബനാണ് ഈ വിവരങ്ങൾ നമുക്ക് സമഗ്രമായി തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.